ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടിപ്സ് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രാഖിൽ RS. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ടിപ്സ് PSCയുടെ ഏറ്റവും പുതിയ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ നമുക്കറിയാം, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവം സൃഷ്ടിച്ച ടിപ്സ് PSC ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുമായി. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ടിപ്സ് PSCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കൃത്യമായിട്ട് ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കടക്കാം. നോക്കൂ ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ സിലബസിൽ 10th ലെവൽ മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പരീക്ഷയുടെയും സിലബസിൽ ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നറിയപ്പെടുന്ന ഭാഗം. പറയാമോ ഏതാണ്? അതാണ് നമ്മുടെ കേരളം ഭരണവും ഭരണ സംവിധാനവും, സിവിക്സ് അല്ലെ, അല്ലെങ്കിൽ പൗരധർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരളം ഭരണവും ഭരണ സംവിധാനവും. ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം, സിവിക്സ് ആണോ കേരളവും ഭരണവും ഭരണ സംവിധാനം, അതാണോ സിവിക്സ് എന്നെല്ലാം പല പല സംശയങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, സിവിക്സ് എന്ന വിഷയത്തിന്റെ ഭാഗം തന്നെയാണ് ഏത്? കേരളം ഭരണവും ഭരണ സംവിധാനവും. പിന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകളാണെങ്കിൽ സിവിക്സ് എന്ന പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ശരിയല്ലേ? പൊതുഭരണം, ബ്യൂറോക്രസി, സിവിൽ സർവീസ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ +2 ലെവൽ വരെ യൂണിഫോം തസ്തിക ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് നമ്മുടെ സിവിക്സിന്റെ ഏത് ടോപ്പിക്കാണുള്ളത്? കേരളം ഭരണവും ഭരണ സംവിധാനവും. മനസ്സിലാവുന്നുണ്ടോ ഉദ്യോഗാർത്ഥികളെ? അപ്പൊ നാം നോക്കുക, ഈ കാണുന്നതാണ് നമ്മുടെ സിലബസ് അല്ലെ. നമുക്കറിയാം, കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന ടോപ്പിക്കിന് കീഴിൽ ഉള്ള പ്രധാനപ്പെട്ട ഭാഗമാണ്. കണ്ടോ? കേരളം സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, കമ്മീഷനുകൾ, സാമൂഹ്യ സാമ്പത്തിക വാണിജ്യ ആസൂത്രണ വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം എന്നിങ്ങനെ നീളുകയാണ് നിങ്ങളുടെ സിലബസിലെ ടോപ്പിക്കുകൾ അല്ലെ. അപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് തന്നെ കടക്കാം. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചെറിയ സെഷനാണ്. കുറച്ച് നേരമേ ഉള്ളൂ, മുഴുവൻ കാണാൻ, സ്കിപ്പ് അടിക്കാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഇതാ ഒന്നാമത്തെ ചോദ്യം നോക്കിയേ നിങ്ങൾ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഡാഷുടെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. ഇതാണ് ചോദ്യം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഡാഷുടെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. ഓപ്ഷൻ എ കേരള ഗവർണർ, ഓപ്ഷൻ ബി കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഓപ്ഷൻ സി KSDMA കമ്മീഷണർ, ഓപ്ഷൻ ഡി കേരള ഫയർഫോഴ്സ് DGP. 4 ഓപ്ഷനുകളാണ്. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം ചോദിച്ചാൽ KSDMA കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരുടെ അധ്യക്ഷതയിലുള്ള സ്ഥാപനമാണെന്നാണ് ഉത്തരം. പറയാമോ? കമന്റ് ചെയ്യാമോ? ഏതായിരിക്കും? ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ. ആണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇവിടുത്തെ ശരി ഉത്തരം അല്ലെ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഒരു സ്ഥാപനമാണ് എന്നറിയപ്പെടുന്നത് നമ്മൾ ഈ പറയപ്പെട്ട ഏത്? കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അപ്പൊ നിങ്ങളൊന്ന് കേട്ടെ ഉദ്യോഗാർത്ഥികളെ, ദുരന്ത നിവാരണ അതോറിറ്റികൾ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലുമുണ്ട്. കേന്ദ്രതലത്തിൽ ഒരു ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കാൻ കാരണമായ നിയമം, ഇന്ത്യയിലെ ദുരന്തങ്ങളെ ഫലപ്രദമായി നേരിടാൻ വേണ്ടി പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ പേരാണ് എന്തോ? ദുരന്ത നിവാരണ നിയമം 2005 എന്നാണ് നിയമത്തിന്റെ പേര്. കണ്ടോ? ദുരന്ത നിവാരണ നിയമം 2005, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 എന്നാണ് നമ്മുടെ നിയമത്തിന്റെ പേര്. ദുരന്ത നിവാരണ നിയമം 2005. അപ്പൊ ചോദിക്കുകയാണ്, ഈ ദുരന്ത നിവാരണ നിയമം 2005 എന്ന നിയമത്തിൽ ആകെയുള്ള അധ്യായങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 11 അധ്യായങ്ങളാണ്. ആകെ അധ്യായങ്ങളുടെ എണ്ണം എത്ര പറയാം നിങ്ങൾക്ക്? 11 അധ്യായങ്ങളാണ് ആകെ ഉള്ളത്. എത്ര സെഷൻസ് ആണ് ചോദിച്ചാൽ 79 വകുപ്പുകൾ. 11 അധ്യായങ്ങളിലായി 79 വകുപ്പുകൾ. എന്നാണ് ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്ന ഡേറ്റ് പറയാമോ? നിലവിൽ വന്നത് 2005. ഏത് മാസമാണ് പറയാമോ? ഡിസംബർ മാസം 23-ാം തീയതി ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നു. ഇന്ത്യയിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. അങ്ങനെയെങ്കിൽ പറയാമോ? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി KSDMA എന്ന് പറയും അല്ലെ.
കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി രൂപീകൃതമായ ഡേറ്റ്, രൂപീകരിക്കാൻ കാരണമായ വകുപ്പ് ചോദിച്ചാൽ ഏത് വകുപ്പാണ്? സെക്ഷൻ 14(1) ദുരന്ത നിവാരണ നിയമത്തിലെ 14(1) പ്രകാരം KSDMA എന്നാ രൂപീകരിച്ചത് ചോദിച്ചാൽ 2007 ഏത് മാസമാണോ? മെയ് മാസം 4. 2007 മെയ് മാസം 4-ാം തീയതി രൂപീകരിച്ച ഒരു സ്വയംഭരണാവകാശമുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്വയംഭരണാവകാശമുള്ള എന്ത് ബോഡിയാണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നറിയപ്പെടുന്നത് KSDMA, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. മനസ്സിലാവുന്നുണ്ടോ? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ, ചെയർമാൻ ചോദിച്ചാൽ മുഖ്യമന്ത്രിയാണ്. ആദ്യ ചെയർമാൻ ആയിരുന്നു PSCയുടെ പ്രീവിയസ് ചോദ്യം ആരാണ്? VS അച്യുതാനന്ദനായിരുന്നു ആദ്യ ചെയർമാൻ. നിലവിലെ ചെയർമാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. വൈസ് ചെയർമാൻ KSDMA ചോദിച്ചാൽ ആരാണ്? റവന്യൂ മന്ത്രിയാണ് വൈസ് ചെയർമാൻ. അതുപോലെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? CEO ചീഫ് സെക്രട്ടറി, സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറിയാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ CEO എന്നെല്ലാം അറിയപ്പെടുന്നു. നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം പറയാമോ? എന്താണ് മോട്ടോ ആപ്തവാക്യം? അതിങ്ങനെയാണ്. എന്താണ് പറയൂ? സുരക്ഷായനം എന്നാണ്. സുരക്ഷായനം ഉണ്ടോ? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം അല്ലെങ്കിൽ മോട്ടോ സുരക്ഷായനം അല്ലെങ്കിൽ ടുവേഴ്സ് എ സേഫർ സ്റ്റേറ്റ്. ടുവേഴ്സ് എ സേഫർ സ്റ്റേറ്റ്. കേരള PSC ഇതിനെ എന്താണ്? സുരക്ഷിതമായ ഒരു സംസ്ഥാനത്തിലേക്ക് എന്നെല്ലാം പറഞ്ഞിട്ടുമുണ്ട്. ടുവേഴ്സ് എ സേഫർ സ്റ്റേറ്റ്, സുരക്ഷായനം. മനസ്സിലാവുന്നുണ്ടോ? അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇനി KSDMAയുടെ ഔദ്യോഗിക ലോഗോ നിങ്ങൾ കണ്ടു കാണും. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒഫീഷ്യൽ ലോഗോ നിലവിൽ വന്നത് 2011-ലാണ്. ഈ ലോഗോയിൽ എന്തെല്ലാം കാണാം? 24 സ്പോക്കുകളോട് കൂടിയ അല്ലെങ്കിൽ ആർക്കുകളോട് കൂടിയ വൃത്തത്തിനുള്ളിൽ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് വൃത്താകൃതിയിൽ എഴുതിയിരിക്കുന്നതിന്റെ അകത്തായി 2 കൈവെള്ളകൾക്കുള്ളിലായി പച്ച നിറത്തിൽ കേരളത്തിന്റെ ഭൂപടം ആലേഖനം ചെയ്തിരിക്കുന്നു. ഇതാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔദ്യോഗിക ചിഹ്നം, ഒഫീഷ്യൽ സിംബൽ എന്നറിയപ്പെടുന്നു. കണ്ടോ നിങ്ങൾ? KSDMAയുടെ ലോഗോ കണ്ടോ നിങ്ങൾ? എന്താ പറയുക? 24 1 2 3 എണ്ണി നോക്കുക. 24 സ്പോക്കുകളോടുകൂടി വൃത്തത്തിനുള്ളിൽ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 കൈവെള്ളകൾക്കുള്ളിലായി പച്ച നിറത്തിൽ കേരളത്തിന്റെ ഭൂപടം ആലേഖനം ചെയ്തിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചോദിക്കാം, 24 സ്പോക്കുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔദ്യോഗിക ലോഗോയിൽ കാണപ്പെടുന്ന 24 സ്പോക്കുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു ചോദിച്ചാൽ എന്തിനെ സൂചിപ്പിക്കുന്നു പറയാമോ? സദാ ജാഗരൂകരായിരിക്കണം, അല്ലെങ്കിൽ 24 മണിക്കൂറും ജാഗ്രത പാലിക്കേണ്ടതാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് 24 സ്പോക്കുകൾ എന്നും ഓർത്തിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ശരി, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഉദ്യോഗാർത്ഥികളെ നോക്കുക. ചോദ്യം: കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ KASമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും ഏതാണ് ശരി എന്ന് കണ്ടെത്തുക. അതായത് ഈ കൊടുത്തിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റുകളിൽ ശരി ഏത് എന്ന് കണ്ടെത്താനാണ്. ഒന്ന് നോക്കുക. ഗവൺമെന്റ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കാനായി ഗവൺമെന്റിന്റെ മാനേജർ കഴിവുകളുടെ 2ാം നിരയായി പൊതുസേവകരുടെ ഒരു കേഡർ ഉണ്ടാക്കുക എന്നതാണ് KASന്റെ ലക്ഷ്യം. 2. KASൽ KS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ, KS ഓഫീസർ സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ, KS ഓഫീസർ സൂപ്പർ ടൈം സ്കെയിൽ എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. 3. KASൽ ചേരുന്ന ഉദ്യോഗസ്ഥൻ സംസ്ഥാന സിവിൽ സർവീസിൽ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനിയായി കരിയർ ആരംഭിക്കും. ഏതൊക്കെയാണ് ശരിയെന്ന് പറയാമോ? ഓപ്ഷൻ എ only 1, ഓപ്ഷൻ ബി only 2, ഓപ്ഷൻ സി ഇവയെല്ലാം ശരിയാണ്, ഓപ്ഷൻ ഡി 2 and 3. പറയാമോ ഏതൊക്കെ പ്രസ്താവനയായിരിക്കും ശരി നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഇവിടെ ഒരെണ്ണം ശരിയുണ്ട്. ക്വസ്റ്റ്യൻ തെറ്റൊന്നുമല്ല, ക്വസ്റ്റ്യൻ ശരിയാണ്. അപ്പൊ ഓർത്തിരിക്കണം, ഗവൺമെന്റ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നിയന്ത്രിക്കാനും നടപ്പിലാക്കാനും ഗവൺമെന്റിന്റെ മാനേജർ കഴിവുകളുടെ, ഇങ്ങോട്ട് നോക്കണേ, ഗവൺമെന്റ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി ഈ ആദ്യ വരി KS മാത്രമല്ല, കേരളത്തിലെ ഏത് സിവിൽ സർവീസിനും അനുയോജ്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയല്ലേ? ഒരു സ്റ്റേറ്റ് സിവിൽ സർവീസിന്റെ പ്രധാന കടമ എന്താണ്? ഗവൺമെന്റ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കുക. മനസ്സിലാവുന്നുണ്ടോ? അത് KSന് മാത്രമല്ല, എല്ലാവർക്കും ബാധകമാണ്. അടുത്ത വരി നോക്കിക്കേ. ഗവൺമെന്റിന്റെ മാനേജറുകളുടെ 2ാം നിരയായി പൊതുസേവകരുടെ കേഡർ ഉണ്ടാക്കുകയാണ്
KS ലക്ഷ്യം. ശരിയാണ്. നിങ്ങൾ KS പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള സെയിം വരിയാണ് PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചത്. ഓക്കെ, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 1. 2 നോക്കിക്കേ. KS ഓഫീസർ ജൂനിയർ ടൈം സ്കെയില്, സെലക്ഷൻ ഗ്രേഡ് സ്കെയില്, സൂപ്പർ ടൈം സ്കെയിൽ എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. കാരണം KS നിലവിൽ വന്നത് IASന് ഓൾ ഇന്ത്യ സർവീസിൽ പെടുന്ന IASന് സമാനമായിട്ടാണ് KS വന്നത്. KSൽ ജൂനിയർ ടൈം സ്കെയിൽ എന്നൊരു തസ്തികയുണ്ട്. അതുപോലെ KS ഓഫീസർ സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ എന്ന തസ്തികയുണ്ട്. KS ഓഫീസർ സൂപ്പർ ടൈം സ്കെയിൽ എന്നിങ്ങനെയുണ്ട്. അപ്പോ ഓപ്ഷൻ 2 ശരിയാണ്. KSൽ KS ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ, KS ഓഫീസർ സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ, KS ഓഫീസർ സൂപ്പർ ടൈം സ്കെയിൽ എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. 3. KSൽ ചേരുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന സിവിൽ സർവീസിൽ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനിയായി കരിയർ ആരംഭിക്കുക. 2ാമത്തെ ശരിയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഒരു KS ഉദ്യോഗസ്ഥൻ പരീക്ഷ എഴുതി വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നിയമനം കിട്ടുന്ന ആദ്യ പദവി ഇതായിരിക്കും. ഏത് പദവി? ജൂനിയർ ടൈം സ്കെയിൽ. അത് തന്നെയാണ് താഴേക്ക് എഴുതിയേക്കുക. കണ്ടോ, KSൽ ചേരുന്നെന്ന് പറഞ്ഞാൽ നിയമനം കിട്ടുന്നതാണ് ഉദ്ദേശിക്കുക. നിയമനം കിട്ടുന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന സിവിൽ സർവീസിൽ ജൂനിയർ ടൈം സ്കെയിൽ, കണ്ടോ സെയിം വാക്ക് കണ്ടോ, ഇവിടെയും കണ്ടോ, ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനിയായി കരിയർ ആരംഭിക്കും. അപ്പൊ സത്യം പറഞ്ഞാല് ഇതിന്റെ ഉത്തരം പ്രോപ്പറായിട്ട് അറിഞ്ഞുകൂടാത്തൊരു ഉദ്യോഗാർത്ഥിക്കും ഓപ്ഷനുകൾ സ്മാർട്ട് വർക്കിലൂടെ ഒന്ന് നോക്കിയാൽ ശരിയാക്കാൻ കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഈ ചോദ്യം. അതുകൊണ്ട് ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ C. ഇവയെല്ലാം ശരിയാണ് എന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഉദ്യോഗാർത്ഥികളെ, എന്നാണ് KS നിലവിൽ വന്നെന്ന് പറഞ്ഞേ? എന്നാണ്? 2018 ജനുവരി മാസം 1-ാം തീയതിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വന്നത്. KS നിലവിൽ വരാൻ കാരണമായ 2 നിയമങ്ങളാണ് എന്നറിയപ്പെടുന്നത്. കേട്ട് കാണും. കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂൾസ് 963, കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂൾസ് 963. 2 കേരള പബ്ലിക് സർവീസ് ആക്ട് 1968, കേരള പബ്ലിക് സർവീസ് ആക്ട് 968. ഈ 2 നിയമങ്ങളാണ് KS എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച ഭരണപരിഷ്കാര കമ്മീഷൻ 1997 എത്രാമത്തെ? 3-ാം ഭരണപരിഷ്കാര കമ്മീഷൻ. 97 എത്രാമത്തെയാണ്? 3-ാം ഭരണപരിഷ്കാര കമ്മീഷനാണ്. 2008 ജനുവരി മാസം 1. കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂൾസ് 963, കേരള പബ്ലിക് സർവീസ് ആക്ട് 968. 2 നിയമങ്ങൾ പ്രകാരം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഒരു KSകാരന് നിയമനം കിട്ടാവുന്ന ഏറ്റവും വലിയ പദവി? ഉത്തരം ചീഫ് സെക്രട്ടറി. ജില്ലാതലത്തിൽ ഒരു KS ഉദ്യോഗസ്ഥന് നിയമനം കിട്ടാവുന്ന ഏറ്റവും വലിയ പദവി ജില്ലാ കലക്ടർ. അറിഞ്ഞിരിക്കുക. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കുക. യെസ്, താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം പൂർണ്ണമായും മനുഷ്യാവകാശത്തിന്റെ നിർവചന പരിധിയിൽ വരുന്നവ? അതായത് ഈ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ മനുഷ്യാവകാശ നിയമത്തിൽ ഒരു ഡെഫിനിഷൻ ഉണ്ട്. എന്തിന്റെ? മനുഷ്യാവകാശത്തിന്റെ. ആ ഡെഫിനിഷനിൽ വരുന്നത് ഏതെന്നാണ് ചോദ്യം. കണ്ടോ? 1, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന എല്ലാ അവകാശങ്ങളും. 2, ഇന്ത്യൻ ഭരണഘടനയിലും മറ്റ് ഇന്ത്യൻ നിയമങ്ങളിലും പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങൾ മാത്രം. 3, ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തതും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിച്ചിട്ടുള്ളതുമായ അവകാശങ്ങൾ. 4, മേൽപ്പറഞ്ഞ 3 സൂചനകളും അപൂർണമാണ്. ഓപ്ഷൻ A 1, 2 സൂചനകൾ, ഓപ്ഷൻ B സൂചന 4, ഓപ്ഷൻ C സൂചന 2, സൂചന 3. 4 ഓപ്ഷനുകളാണ്. ശരി ഉത്തരം പറയാമോ? എന്തായിരിക്കും? അപ്പൊ ഇവിടുത്തെ ശരിയായ ഉത്തരം എന്നറിയപ്പെടുന്നത് ഇവിടുത്തെ എന്താ പറയുക, അതായത് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, മേൽപ്പറഞ്ഞ 3 സൂചനകളും അപൂർണമാണ്. എത്ര പേര് ശരിയാക്കി? കമന്റ് ചെയ്യണം. ശരി ഉത്തരം അതാണ്. അതായത് സൂചന 4 മാത്രം ശരി എന്നുള്ളതാണ് ഇവിടുത്തെ ശരി. എന്താണ് അങ്ങനെ പറയാൻ കാരണം? മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ സെക്ഷൻ 21D മനുഷ്യാവകാശത്തിന്റെ നിർവചനം പറയുക. എന്താണ് നിർവചനം എന്നല്ലേ? ഇങ്ങനെയാണ്, കേട്ടുകൊള്ളുക. വ്യക്തികളുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും അന്തസ്സിനും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതും അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം ലഭ്യമാകുന്നതും ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതുമായ
വ്യക്തികളുടെ അവകാശങ്ങൾ എന്നതാണ് മനുഷ്യാവകാശത്തിന്റെ നിർവചനം. അപ്പൊ മനുഷ്യാവകാശത്തിന്റെ ഡെഫിനിഷൻ എന്താ പറയുക? ജീവന്, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്. 4 കാര്യങ്ങളാ, ശ്രദ്ധിക്കണം. ജീവൻ, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതോ അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം ലഭ്യമാകുന്നതോ ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതോ ആയ വ്യക്തികളുടെ അവകാശങ്ങൾ എന്നാണ് മനുഷ്യാവകാശത്തിന്റെ നിർവചനം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 അതിനെപ്പറ്റി പ്രതിപാദിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായി നോക്കുക? ജീവനും സ്വത്തിനെ പറ്റി വല്ലതും പറയുന്നുണ്ടോ മനുഷ്യാവകാശത്തിൽ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പോലും പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു. നിയമവകാശം മാത്രമാണ്. അല്ലെങ്കിൽ തന്നെ ഈ നിർവചനത്തിൽ സ്വത്തെന്ന് പറയുന്നില്ല. അതുകൊണ്ട് 1 തെറ്റാണ്. 2, ഇന്ത്യൻ ഭരണഘടനയിലും മറ്റിന്ത്യൻ നിയമങ്ങളിലും പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങൾ മാത്രം എന്ന വാക്കുകൊണ്ടാണ് അത് അപൂർണമാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന അവകാശങ്ങൾ മാത്രമല്ല, പിന്നെയോ അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം ലഭ്യമാകുന്ന മനുഷ്യാവകാശങ്ങളും മനുഷ്യാവകാശങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി 3 നോക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്തതും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങൾ, ഇതും അപൂർണമല്ലേ? ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലാത്ത അന്താരാഷ്ട്ര ഉടമ്പടിയിൽ പരാമർശിക്കുന്നത് മാത്രം എന്ന് പറഞ്ഞാലും തെറ്റല്ലേ? അപൂർണമല്ലേ? അത് കംപ്ലീറ്റ് ആണോ? ഇൻകംപ്ലീറ്റ് അല്ലേ? അതെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 3 സ്റ്റേറ്റ്മെന്റുകളും തെറ്റാണെന്നല്ല, പക്ഷെ എന്താണ്? അപൂർണമാണ്, ഇൻകംപ്ലീറ്റ് ആണ്. അതാണ് 4ാമത്തെ ശരി. കണ്ടോ, മേൽപ്പറഞ്ഞ 3 സൂചനകൾ എന്താണ്? അപൂർണം. ഈ 3 സ്റ്റേറ്റ്മെന്റുകളും ഭാഗികമായി ശരിയാണ്. ഉദാഹരണത്തിന് അന്താരാഷ്ട്ര ഉടമ്പടികളിൽ പരാമർശിക്കുന്ന അവകാശങ്ങളാവുണ്ട്, മനുഷ്യാവകാശമാണ്. ഇന്ത്യൻ നിയമങ്ങളിലും ഭരണഘടനയിലും പറയുന്നത് ആണ്, ശരിയാണ്. ഒരു വ്യക്തിയുടെ ജീവനും സംരക്ഷണം നൽകുന്ന അവകാശങ്ങൾ ശരിയാണ്, പക്ഷേ അപൂർണമാണെന്നതാണ് ഇവിടുത്തെ ശരി. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇതിനെ ശ്രദ്ധിച്ച് ഓപ്ഷനിൽ നോക്കി ഉത്തരങ്ങൾ എഴുതണം, മറന്നു പോകരുത്. നമുക്കറിയാം അല്ലെ, 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ മനുഷ്യാവകാശം എന്ന വാക്കിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി പറയാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സെക്ഷൻ 2(1)(d)യിലാണ് മനുഷ്യാവകാശത്തിന്റെ നിർവചനം പറയുക. അതിങ്ങനെയാണ്, മറന്നു പോകരുത്. ജീവനും സ്വാതന്ത്ര്യം, സമത്വം, അന്തസ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതോ മറ്റ് അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം ലഭ്യമാകേണ്ടതോ ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പിലാക്കാൻ കഴിയുന്നതോ ആയ വ്യക്തികളുടെ അവകാശങ്ങൾ എന്നാണ് മനുഷ്യാവകാശത്തിന്റെ നിർവചനം അഥവാ ഡെഫിനിഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അത് ഓർത്തിരിക്കുക. യെസ്. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മളത് പറഞ്ഞതാണ്, ഈ ചോദ്യം പറഞ്ഞതാണ്. നെക്സ്റ്റ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് 2023 പരീക്ഷയുടെ ഒരു ചോദ്യം. ഇതും ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: കേരളത്തിലെ ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ നിയമാനുസൃതമായ നടപടികൾക്കനുസൃതമായി നടപടിയെടുക്കാൻ ഏതു ക്രമത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തയ്യാറെടുപ്പ്, പ്രതികരണം, ലഘൂകരണം, പുനരധിവാസം. ബി പ്രവചനം, തയ്യാറെടുപ്പ്, പ്രതികരണം, ലഘൂകരണം. സി തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം. ഡി പ്രവചനം, തയ്യാറെടുപ്പ്, പ്രതികരണം, പുനരധിവാസം. 4 ഓപ്ഷനുകളാണ്. പറയാമോ ഏതാണ് ശരി ഉത്തരമെന്ന്? ഈ ചോദ്യം എന്താണെന്നെങ്കിലും മനസ്സിലായത് നിങ്ങൾക്ക്? എന്താണ് സംഭവം? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടികളിൽ 1ാം ഘട്ട നടപടി, 2ാം ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം എന്നിങ്ങനെ നിയമപ്രകാരം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. 1ാം ഘട്ടം ചെയ്യേണ്ട പ്രവർത്തനം എന്ത്, 2ാം ഘട്ടം എന്ത്, 3ാം ഘട്ടം, 4ാം ഘട്ടം. ആ ഓർഡറാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ ഏതായിരിക്കും ശരി ഉത്തരം? എ, ബി, സി, ഡി. ഒന്ന് കമന്റ് ചെയ്തേ, ഏതായിരിക്കും? ഇവിടുത്തെ ശരി ഉത്തരം ഒന്നും ഉണ്ട്, പറയാമോ? ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ. ഇവിടുത്തെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. തയ്യാറെടുപ്പ്, പ്രതികരണം, വീണ്ടെടുക്കൽ, ലഘൂകരണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ +1 പാഠപുസ്തകത്തിലെ ജിയോളജി പാഠഭാഗത്ത് ജിയോളജിക്കൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നൊരു ടോപ്പിക് ഉണ്ട്, അധ്യായം. അതിൽ നിന്നാണ് PSC ചോദ്യം ചോദിച്ചത്. നമുക്കറിയാം ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെ കുറിച്ച് എന്താണ് നോക്കാം. ഇതൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ ആണ്. കണ്ടോ, ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ചക്രമാണ്, ദുരന്ത നിവാരണ ചക്രം. ഇത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അനസ്യൂതം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇതില് 1ാമത്തെ നടപടിയാണ്, കണ്ടോ, തയ്യാറെടുപ്പ് അല്ലെങ്കിൽ പ്രിപ്പയർഡ്നെസ്.
പ്രിപ്പയർനെസ് അഥവാ തയ്യാറെടുപ്പ്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാല് ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുന്നോടിയായി പരമാവധി ദുരന്തത്തിന്റെ ആഘാതത്തെ കുറയ്ക്കാനായി സ്വീകരിക്കേണ്ട നടപടികളെയാണ് തയ്യാറെടുപ്പ്, പ്രിപ്പയർനെസ് എന്ന് വിളിക്കുക. മനസ്സിലാവുന്നുണ്ടോ? തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് പരിശീലനം നൽകുക, അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേനകൾക്ക് ട്രെയിനിങ് കൊടുക്കുക, റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക, ആശുപത്രികളിൽ അവശ്യ മരുന്നുകൾ, ആംബുലൻസ് സേവനങ്ങൾ ലഭ്യമാക്കുക, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. ഇതെല്ലാം തന്നെ എന്തിന്റെ ഭാഗമാണ്? പ്രിപ്പയർനെസ്, തയ്യാറെടുപ്പ്. ഇതൊരു പ്രീ ഡിസാസ്റ്റർ സെക്ഷൻ ആണ്, ഏർലി വാർണിംഗ് ആണ്. അതായത് ദുരന്തത്തിന് മുന്നോടിയായി ചെയ്യേണ്ട പ്രവർത്തനം, ഒന്നാം ഘട്ടം. മനസ്സിലായോ? രണ്ടാം ഘട്ടം നോക്കുക. ദുരന്തം ഉണ്ടായി കഴിഞ്ഞ്, ഡിസാസ്റ്റർ ഉണ്ടായി, അത് കഴിഞ്ഞ് റെസ്പോൺസ് എന്ന ഘട്ടമാണ് രണ്ടാം ഘട്ടം. പ്രതികരണം, റെസ്പോൺസ്, പ്രതികരണം. ഈ ഘട്ടത്തിൽ എന്താ ചെയ്യേണ്ടത്? ഒരു ദുരന്തത്തെ തുടർന്ന് അടിയന്തരമായി ഏറ്റെടുക്കേണ്ട രക്ഷാപ്രവർത്തനങ്ങളും നടപടികളും സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുമാണ് റെസ്പോൺസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുക. പ്രതികരണം, റെസ്പോൺസ്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ആ പ്രതികരണം, റെസ്പോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപകടത്തിൽ പെട്ടുകിടക്കുന്നവരെ കണ്ടെത്തുക, അപകടം പറ്റിയവരെ വീണ്ടെടുക്കുക, രക്ഷപ്പെടുത്തുക, അടിയന്തരമായി താൽക്കാലികമായി താമസ സൗകര്യം ഒരുക്കി കൊടുക്കുക ആളുകൾക്ക് വേണ്ടി, അല്ലെ? അതുപോലെ തന്നെ അപകടത്തിൽ പെട്ടുകിടക്കുന്നവരെ രക്ഷപ്പെടുത്തുക, സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ, ഇതെല്ലാമാണ് ഏത് ഘട്ടത്തിൽ ചെയ്യേണ്ടത്? റെസ്പോൺസ് എന്ന അല്ലെങ്കിൽ പ്രതികരണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി മൂന്നാം ഘട്ടം നോക്കുക, റിക്കവറി എന്ന ഘട്ടം, വീണ്ടെടുക്കൽ. ഇത് ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ ഘട്ടം, ദുരന്തത്തിന് ശേഷം, ദുരന്തം ഉണ്ടായി കഴിഞ്ഞ് ഏറ്റെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം. അപ്പോ റെസ്പോൺസ് ഏത് ഘട്ടത്തിലാണ്? ദുരന്തം ഉണ്ടാകുന്ന സെയിം ടൈമിൽ, ദുരന്തം ഉണ്ടാകുന്ന അതേ സമയത്താണ് പ്രതികരണം. എന്നാൽ വീണ്ടെടുക്കൽ ദുരന്തത്തിന് ശേഷം, ദുരന്തം ഉണ്ടായതിനു ശേഷം അതിന്റെ ആഘാതങ്ങളെ കുറയ്ക്കാനായി സ്വീകരിക്കേണ്ട നടപടി. വീട് നഷ്ടപ്പെട്ടവർക്ക് താമസ സൗകര്യം ഏർപ്പാട് ചെയ്യുക, അപകടത്തിൽ പരിക്ക് പറ്റിയവർക്ക് ദീർഘകാല വൈദ്യസഹായം നൽകുക, മാനസികമായി തകർന്നവർക്ക് സൗജന്യ കൗൺസിലിംഗ് നൽകുക, അതുപോലെ ഏതെങ്കിലും തരത്തിൽ ദുരിതാശ്വാസ ഫണ്ട് അർഹരായവരിലേക്ക് കണക്കാക്കി എത്തിക്കാൻ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള നഷ്ടമായ രേഖകളും വസ്തുക്കളും വീണ്ടെടുക്കുകയോ പുനർനിർമ്മിക്കുകയോ ചെയ്യുക. ഇതെല്ലാമാണ് ഏത് ഘട്ടത്തിൽ? റിക്കവറി എന്ന ഘട്ടം അഥവാ വീണ്ടെടുക്കൽ. മനസ്സിലാവുന്നുണ്ടോ? മൂന്നാം ഘട്ടം. നാലാം ഘട്ടം എന്നറിയപ്പെടുന്ന മിറ്റിഗേഷൻ അഥവാ ലഘൂകരണം. ഈ ലഘൂകരണത്തിന്റെ പ്രത്യേകത, ഇതൊരു പ്രിവെൻഷൻ ആണ്. നിങ്ങൾ കേട്ടില്ലേ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. കേട്ടിട്ടില്ലേ? അപ്പോ ദുരന്തമുണ്ടാകുന്നതിന് മുന്നോടിയായി പരമാവധി അതിനെ തടഞ്ഞു നിർത്താൻ, ആഘാതങ്ങളെ തടയാനായുള്ള ഒരു ഘട്ടമാണ് മിറ്റിഗേഷൻ. അത് ഇപ്പോൾ ഉണ്ടാകുന്ന ദുരന്തം മാത്രമല്ല, വരുംകാല ദുരന്തങ്ങളെ കൂടി നേരിടാൻ കഴിയാവുന്ന തരത്തിലുള്ള ദീർഘകാല പ്രവർത്തനങ്ങളെയാണ് മിറ്റിഗേഷൻ, ലഘൂകരണ നടപടികൾ എന്ന് വിളിക്കുക. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാല് ഒരു വരൾച്ചാ സാധ്യത മുന്നിൽ കണ്ട് ജലവിഭവങ്ങളെ കരുതലോടെ ഉപയോഗിക്കുക. വരൾച്ചാ സാധ്യത മുന്നിൽ കണ്ട് ജലവിഭവങ്ങളെ കരുതലോടെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറയപ്പെട്ട ഒരു പിന്നീട് വെള്ളപ്പൊക്ക സാധ്യതയുള്ള നദീതീരങ്ങളിൽ കെട്ടിട നിർമ്മാണങ്ങൾ ഒഴിവാക്കുക. ഭൂകമ്പ സാധ്യതാ മേഖലകളിൽ ഈ പറയപ്പെടുന്ന ബലക്ഷയമുള്ള കെട്ടിടങ്ങളെ ശക്തിപ്പെടുത്തുക. നിരന്തരം അപകട സാധ്യതയുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ അടച്ചുപൂട്ടുക. വെള്ളപ്പൊക്ക സാധ്യത ഉള്ള നദീതീരങ്ങളിൽ ഉള്ള താമസം ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് ദീർഘകാല പ്രവർത്തനങ്ങൾ. ആണോ അല്ലയോ? ഇതിനെ എന്ത് വിളിക്കുക? മിറ്റിഗേഷൻ. ഇത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നു? അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിളിനെ കുറിച്ചാണ് കേരള PSCയുടെ ഈ ചോദ്യം വന്നത്. കണ്ടോ നിങ്ങൾ? എന്തായിരുന്നു നമ്മുടെ ഈ ചോദ്യം എന്നറിയപ്പെടുന്നത്? കേരളത്തിലെ ദുരന്ത നിവാരണത്തിന്റെ കാര്യത്തിൽ നിയമാനുസൃതമായ ആവശ്യകതകൾക്കനുസൃതമായി നടപടിയെടുക്കാൻ ഏത് ക്രമത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ് ഉത്തരം? ഒന്നാം ഘട്ടം തയ്യാറെടുപ്പാണ്. നമ്മളിപ്പോ പഠിച്ച രണ്ടാം ഘട്ടം എന്താണ്? റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം. മൂന്നാം ഘട്ടം റിക്കവറി അഥവാ വീണ്ടെടുക്കൽ. നാലാം ഘട്ടം മിറ്റിഗേഷൻ അഥവാ ലഘൂകരണം. ഇതൊരു സൈക്ലിക് പ്രോസസ് ആണെന്ന് തൊട്ടടുത്ത സ്ലൈഡിൽ നമ്മൾ കണ്ടു. ഒരു ചാക്രിക പ്രവർത്തനമാണ്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അനുസ്യൂതം തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ട പ്രവർത്തനമാണ് ഇത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്തത്തിന്റെ കാര്യത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു സൈക്ലിക് മാനേജ്മെന്റ് പ്രോസസ് ആണ്. അപ്പോൾ പ്രിയ ഉദ്യോഗാർത്ഥികളെ, നമ്മുടെ കേരള ഭരണ സംവിധാനം അല്ലെ എന്ന ടോപ്പിക്കിലെ വളരെ പ്രധാനപ്പെട്ട ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ഒരു നല്ലൊരു ചോദ്യമാണ് നിങ്ങളിപ്പോ കണ്ടത്. ഈ ഒരു ചോദ്യത്തോടു കൂടി തൽക്കാലത്തേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ
ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. തീർന്നിട്ടില്ല. നിങ്ങൾക്കായിട്ട് നിരവധി പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കളക്ട് ചെയ്ത് വച്ചിരിക്കുന്നുണ്ട് ടിപ്സ് PSC. അപ്പോൾ നമുക്ക് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യുക, ഒപ്പം തന്നെ ഷെയർ ചെയ്യുക. പ്രിയ ഉദ്യോഗാർത്ഥികളെ, അപ്പോൾ നമുക്കിനി ടിപ്സ് PSCയുടെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.